ഇറാനിൽ നിന്ന് പുതിയ വാർത്തകൾ വരുന്നത് ഇറാൻ്റെ ആധ്യാത്മിക നേതാവ് അലി ഖുമൈനി അദ്ദേഹം എപ്പോഴും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇട്ടാണ് നടക്കുന്നത്. അദ്ദേഹം ആധ്യാത്മിക നേതാവ് മാത്രമല്ല, എല്ലാം ഭരിക്കുന്നയാൾ. ഭയം, എപ്പോഴാണ് വെടിവെച്ച് കൊല്ലുന്നത്, എപ്പോഴാണ് എന്തെങ്കിലും സംഭവിക്കുന്നത്. കാരണം അവിടെയുള്ള രണ്ടോളം സുപ്രീം കോടതി ജഡ്ജസിനെ വെടിവെച്ച് കൊന്ന അവരുടെ ശവസംസ്കാര ചടങ്ങിൽ ഇദ്ദേഹം പങ്കെടുക്കുമ്പോൾ ഇദ്ദേഹം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് മറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചിടുന്നുണ്ട്. ഇത് ഇറാനിയൻ പത്രങ്ങളും ചില ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ ഇത് കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് അവിടെയുള്ള ഖുമൈനിക്ക് ഉൾപ്പെടെ ഷിയ നേതാക്കന്മാർക്കും ഷിയ ആധ്യാത്മിക ക്ലർജീസ് എല്ലാവർക്കും ഭയം. എപ്പോഴാണ് സംഭവിക്കുന്നത് അറിയത്തില്ല. ആരാണ് കൊണ്ടുവന്ന് ഫയർ ചെയ്യുന്നത്, എപ്പോഴാണ് വെടിവെച്ച് കൊല്ലുന്നത്. ഒരു രാജ്യത്തെ സ്ഥിതി ആലോചിച്ച് നോക്കുക. ഇരുമ്പ് മറയ്ക്കുള്ളിൽ ഇരുമ്പ് പോലെ അതേപോലെയുള്ള നിയമങ്ങൾ നടപ്പാക്കിയ ആ രാജ്യത്തിൻ്റെ ടോപ്പ് സുപ്രീം ലീഡർ, അയാൾക്ക് സ്വന്തം വീട്ടിലും അയാൾ ഇരിക്കുന്നിടത്തെല്ലാം ഈ പറയുന്ന ബുള്ളറ്റ് പ്രൂഫ് ഇട്ടായിരിക്കുന്നത്. ആ സ്ഥിതിയിലോട്ട് പോയി ഇറാനിയൻ സുഡാപ്പി ഫാനുകൾ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത്. ഇനി മറ്റൊരു വാർത്ത വരുന്നു. ഇറാനിയൻ ലീഡേഴ്സ്, അവരുടെ പ്രോക്സീസ് ഉണ്ട്, ഹിസ്ബുള്ള, ഹമാസ്, അതേപോലെ തന്നെ ഹൂത്തി, മറ്റു പലരും ഉണ്ട്. അവർക്ക് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഒരു കാരണവശാലും അമേരിക്കൻ അസറ്റുകളെയോ അമേരിക്കക്കാരനെയോ ബുദ്ധിമുട്ടിക്കാനോ പ്രൊവോക്ക് ചെയ്യാൻ പോകരുത്. അവർ തിരിച്ചടിക്കുന്ന നിങ്ങളെയല്ല, ഞങ്ങളെ കയറി അടിക്കും. അതോടെ ഞങ്ങൾ ഇല്ലാതാവും. അതുകൊണ്ട് ഇറാൻ കൊടുത്ത ആയുധങ്ങൾ പോലും നിങ്ങൾ ഉപയോഗിക്കരുത്. ഇത് വാർത്തയായിട്ടാണ് വരുന്നത്. ഇറാൻ കൊടുത്ത ആയുധങ്ങൾ നിങ്ങൾ കുഴിച്ചു മൂടുക. ആ ആയുധങ്ങൾ ഉപയോഗിച്ച് ഒരിക്കലും ഒരു അമേരിക്കക്കാരന് അമേരിക്കൻ അസറ്റുകളോ അമേരിക്കൻ പട്ടാളക്കാരന് അമേരിക്കൻ സിവിലിയന് എവിടെയും ആക്രമിക്കാൻ പോകരുത്. കർശന നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് ഇറാനിയൻ അഡ്മിനിസ്ട്രേഷൻ. എന്തെങ്കിലുമൊക്കെ കാരണം പിറകിൽ ഉറപ്പായിട്ടും ട്രംപാണ് ഇരിക്കുന്നത്. ഇറാനാണ് ട്രംപിനെ വധിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അവിടെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ ചാർജ് ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇറാന് പേടി, ട്രംപ് അടിക്കും. എന്തെങ്കിലും പ്രൊവോക്കേഷൻ മാത്രം കിട്ടിയാൽ മതി, ട്രംപ് കയറി നോക്കും. അതോടുകൂടി ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഇല്ലാതാകും. ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിന് ഇറാൻ ഫോറിൻ മിനിസ്റ്റർ അവിടെ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ എല്ലാ രീതിയിലും എല്ലാ വഴികളും ഓപ്പൺ ചെയ്യാൻ തയ്യാറാണ്, ഇൻക്ലൂഡിങ് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് പോലും. ഞങ്ങൾക്ക് അമേരിക്കയുടെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്യണം. ഞങ്ങൾക്കിവിടെ ഒരു കാരണവശാലും ടെൻഷൻ എസ്കലേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്താണ് പോം വഴി, അതിനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ യുദ്ധത്തിനില്ല. കേരളത്തിൽ ഇറാനിയൻ ഫാൻസ് സുഡാപ്പികൾക്ക് അത് എനിക്കറിയത്തില്ല. ഇത് നിങ്ങളിത് വായിച്ച് കാണുമോ മനസ്സിലായി കാണുമോ എന്നുള്ളത്. എന്താണ് ഇപ്പോൾ ഇറാൻ്റെ പോക്ക്? കാരണം ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്നു, ഒരു ദിവസം ആകെ 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ പവർ. ബാക്കിയുള്ള സമയത്ത് മുഴുവൻ പവർ കട്ടാണ്. ഇത്രയും ഈ പറയുന്ന ഓയിലും ഗ്യാസും ഉണ്ടാക്കുന്നൊരു രാജ്യത്താണ്. കാരണം അവർക്കറിയത്തില്ല ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. കാരണം ഇതെല്ലാം പഴയ എക്യുപ്മെൻസ് ആണ്. സാങ്ഷൻ കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് റിപ്പയർ ചെയ്യാനുള്ള എക്യുപ്മെൻസും പൈപ്പ് ലൈൻ എങ്ങനെ ചെയ്യണം എന്നവർക്കറിയത്തില്ല. കേരളത്തിലെ സുഡൂസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി ഉള്ള രാജ്യമാണ്. രാജ്യത്തിൻ്റെ ഗതികേടാണ്. അവർക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒന്നാമത് വെപ്പൺസ് എല്ലാം പോയി. പട്ടാളക്കാർക്ക് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അടുത്ത മാസത്തെ ശമ്പളം പട്ടാളക്കാർക്ക് കൊടുക്കാൻ അവരുടെ കയ്യിൽ തികയില്ല. ആ രീതിയിലോട്ടടുത്ത് പോകുന്നത്. പല ആൾക്കാരും പട്ടാളത്തിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവുകയാണ്. ഇത് റിപ്പോർട്ട് വരുന്നത്, ഇറാനിയൻ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പലരും റിസൈൻ ചെയ്ത് പോവുകയാണ്. കാരണം പട്ടാളത്തിനൊരു മീനിങ് ഇല്ലാതായി. അതായത് ഇറാനിയൻ റിപ്പബ്ലിക്കൻ ഗാർഡ്സിന് എന്തിനു വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്? ആ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റുന്നത്. അതിനിടയ്ക്ക് ഇറാനിയൻ പ്രസിഡന്റ് റഷ്യൻ പുടിനെ കാണാൻ പോയി. പുടിൻ എന്തൊക്കെ ഓഫർ ചെയ്തു.
പുടിൻ അറിയാം അമേരിക്കയിൽ ആരാ ഇരിക്കുന്നതെന്ന്. അതിലേതെങ്കിലും കാരണവശാൽ ട്രംപിനെ പിണക്കിയിട്ട് ഇറാനെ സഹായിക്കൂ. അതാണ് ഈ സംഭവങ്ങൾ ഓരോന്നും മാറി മറിയുകയാണ്. പുടിൻ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ മാത്രമായിരിക്കും. കാരണം ഒന്നാമത് പുടിൻ അവിടെ സർവൈവ് ചെയ്യാൻ പാടാം. ഉക്രൈൻ വാറിനകത്ത് അവർ പെട്ട് കിടക്കുക. അതായത് പറയാൻ പോകുന്നൊരു സംഭവം ഇറാനിയൻ ഫാൻസിനോട് ഇറാനെ പറ്റി ശ്രദ്ധിച്ച് വീക്ഷിക്കുന്നവർക്കും, അതായത് ഇറാനിൽ ഇന്ത്യക്കാർക്ക് അറൈവൽ ഓൺ വിസ ഓൺ അറൈവൽ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വിസ അറൈവലാണ്. അത് പ്രത്യേകിച്ച് വിസ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊക്കെ ഒന്ന് പോയി അത് കണ്ടിട്ട് വാ, അല്ലെ അവരെ സഹായിക്കാൻ പറ്റുമെന്ന് സഹായിക്കുക. എന്തുകൊണ്ട് ഇത്രയും നമുക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ട് ഖത്തർ എന്ന് പറഞ്ഞ രാജ്യം എന്തുകൊണ്ടാണ് ഇറാനെ സഹായിക്കുന്നത്? നിങ്ങൾക്കറിയാം എന്താ കാര്യമെന്ന്? ഖത്തർ വല്ല ഇറാനെ സഹായിച്ചാൽ അന്ന് ഖത്തറിൻ്റെ അത്തപ്പെട്ടി അത് എടുത്ത് കളയും. എന്താ ഈ അറേബ്യൻ രാജ്യങ്ങൾ ഇറാനെ സഹായിക്കാതെ? എന്താ റീസൺ? എന്താ സഹായിക്കില്ല? അമേരിക്കയെ പേടിയും. കാരണം അമേരിക്ക എന്ന് പറയുന്നത് ആ റീജിയനിലെ പവർഫുള്ളാണ്. അവൻ പറയുന്നത് കേൾക്കത്തുള്ളൂ. ഇതുകൊണ്ടാണ് ഇറാന് ഭയം. കാരണം അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാതായി. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം പൂർണ്ണമായിട്ടും ആ മേഖലയിൽ ഒറ്റപ്പെട്ടു. വീണ്ടും സാങ്ഷൻ വരുമോ? വീണ്ടും അമേരിക്ക, കാരണം ട്രംപിനെതിരെ ആക്രമണം നടത്തി കൊല്ലാൻ ശ്രമിച്ചു. അയാൾ അമേരിക്കൻ പ്രസിഡൻ്റായി. ട്രംപ് വെറുതെ ഒന്നും എടുത്തൊന്നുമില്ലേ സംഭവം. അപ്പം നോക്കിക്കാണാൻ ഏത് രീതിയിലായിരിക്കും ഫർദർ ഇറാൻ പോകുന്നത്. കാരണം എല്ലാ രീതിയിലും ഇറാൻ അടിയറവ് പറഞ്ഞ് സറണ്ടർ ചെയ്തു. അതിൻ്റെ ആലോചിച്ച് നോക്കുക. അയാൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് നടക്കുന്ന കമേനി, ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾക്ക് ഈ അമേരിക്ക അറ്റാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ആരെ അറ്റാക്ക് ചെയ്യുന്നില്ല, ഞങ്ങൾ വെപ്പൺസും ഞങ്ങളുടെ ഇൻസ്പെക്ടേഴ്സിന് വരാണ്ടായിരുന്നു. ഇതൊന്നും അമേരിക്ക വിശ്വസിക്കുന്നില്ല. കാരണം നേരത്തെ 2017-ലും 2018-ലും ഇതേപോലെ കാണിച്ചിട്ട് പിന്മാറിയതാണ്. അതുകൊണ്ടാണ് അമേരിക്കയ്ക്കും മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇവരെ വിശ്വാസമില്ലാത്തത്. ഏതായാലും കാത്തിരുന്ന് കാണാം ഫർദർ എന്താണ് ഇറാനെതിരെ അമേരിക്കൻ ആക്ഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇറാനെതിരെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത്. കാത്തിരുന്ന് കാണാം.